السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على رسولك سيدنا محمد وعلى آله وأتباعه وأصحابه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. صدق الله العظيم. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. فلما تراءى الجمعان قال أصحاب موسى إنا لمدركون. قال كلا إن معي ربي سيهدين. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല അപരാധങ്ങളും റഹ്മാനായ റബ്ബ് അവന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് അനുഷ്ഠിച്ചിരിക്കുന്ന നോമ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ഇനിയുള്ള നമ്മുടെ ജീവിതം അവന്റെ പൊരുത്തത്തിലായി അവന്റെ തൃപ്തിയിലായി ജീവിച്ച് ഈമാനോടെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നാമുമായി വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗികളായി ധാരാളം ആളുകൾ ആശുപത്രിയിലും വീടുകളിലുമായി കഴിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആജിലായ കാമിലായ ശിഫാഇനെ പ്രദാനിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മഖ്ബറകളിൽ മറമാടപ്പെട്ട് കിടക്കുന്നവർ നമ്മുടെ ഇന്നലകളുടെ തണലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. അവരെന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു നൽകി അവരെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഒരു ദിനത്തിലും സുപ്രധാനമായ ഒരു മാസത്തിന്റെ അതിപ്രധാനമായ ഒരു പകലിലുമാണ് നാം ഓരോരുത്തരും ഇന്ന് നിലകൊള്ളുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ വെള്ളിയാഴ്ച, അതുപോലെ തന്നെ മുഹറം 10 ധാരാളം ചരിത്ര സംഭവങ്ങൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രധാനമായ ഇടപെടലുകൾ കൊണ്ടും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്ഥാനം വഹിക്കുന്ന പരിശുദ്ധമായ മുഹറമിന്റെ 10ാമത്തെ ദിവസം ആശൂറ
ഈ ദിവസം 2 ദിവസങ്ങളും ഒരുമിച്ച് വന്നതായ ഒരു സുദിനത്തിലാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, ഓരോരോ അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. എന്തിനാ? നമ്മുടെ ജീവിതത്തെ നന്നാക്കുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ പാളിച്ചകളെ തിരുത്തിയെടുത്ത് പുതിയ ഒരു ജീവിതം തുടങ്ങുവാൻ വേണ്ടിയുള്ള ഓരോ അവസരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉള്ളം കൈയിലേക്ക് വെച്ച് നൽകുമ്പോൾ അതിനെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി, ബുദ്ധിയോടുകൂടി വിനിയോഗിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ നാം നാടൻ ഭാഷകളിൽ പറയാറുണ്ട്, വണ്ടി പോയതിനു ശേഷം കൈ കാണിച്ചിട്ട് കാര്യമില്ല എന്ന്. ഓരോ അവസരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ നാം അതിനെ അവഗണിച്ച് കളഞ്ഞ് നാം അശ്രദ്ധരായി കഴിഞ്ഞതിന് ശേഷം അത് പോയല്ലോ എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ പ്രത്യേകമായ ദിനങ്ങളെയും ദിവസങ്ങളെയും നൽകിക്കൊണ്ട് നമ്മെ അല്ലാഹു ക്ഷണിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ പ്രത്യേകമായ ഇബാദത്തുകളിൽ അധികരിപ്പിച്ചുകൊണ്ടും പ്രത്യേകമായ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടും നോമ്പനുഷ്ഠിച്ചുകൊണ്ടും അല്ലാഹുവിലേക്ക് കൂടുതലായി അടുക്കുക എന്നുള്ളതായ കാര്യമാണ് ഓരോ മുഅ്മിനീങ്ങളും ചെയ്യേണ്ടത് എന്ന് ഇവിടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദിനങ്ങളാക്കി ഇങ്ങനെ വിശ്വാസികൾക്ക് തന്നിരിക്കുന്നത് ഇപ്രകാരം നാഥനിലേക്ക് അടുക്കുവാൻ വേണ്ടിയാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. മഹാനായ ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നതായ ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെ ഹിസാബുകളോ അദാബുകളോ ഒന്നുമില്ലാതെ തന്നെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മഹാനായ ഉക്കാശ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, ഖാല യാ റസൂലല്ലാഹ്, താങ്കൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? താങ്കൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? ആ കൂട്ടം ആളുകളിൽ ഞാനൊന്ന് പെടുവാൻ വേണ്ടി ദുആ ചെയ്യുമോ റസൂലേ എന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ചോദിക്കുകയാണ്. ഉദ്ഉല്ലാഹ അയ്യജ്അലനീ മിൻഹും. അങ്ങനെ ഹിസാബുകളും അദാബുകളും ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്നവരിൽ എന്നെ ഒന്ന് ഉൾപ്പെടുത്തുമോ? അങ്ങനെ താങ്കൾ ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പ്രവാചകരോട് ചോദിച്ചപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൻത മിൻഹും. ഉക്കാശ, നീ അവരിൽ പെട്ടവനാണ്. അങ്ങനെ ഹിസാബുകളും അദാബുകളൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ സംഘത്തിലേക്ക്, സ്വർഗ സംഘത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ പെട്ടവനാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് ഉക്കാശ റളിയല്ലാഹു അൻഹു വേണ്ടി ദുആ ചെയ്യുകയും അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ അവസരം അവിടത്തിൽ അവസാനിച്ചു. അങ്ങനെ ഇത് കണ്ട് മറ്റൊരു സ്വഹാബി, യാ റസൂലല്ലാഹ് ഉദ്ഉ ലി അൻ യജ്അലനീ മിൻഹും, പ്രവാചകരെ എനിക്ക് വേണ്ടിയും ഒന്ന് ദുആ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സബഖക ഉക്കാശ, അവസരം കഴിഞ്ഞുപോയി, അതിനുള്ളതായ അവസരം നിന്നേക്കാൾ ഉക്കാശ മുൻകടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബിക്ക് മറുപടി കൊടുക്കുകയാണ്. ഈ ഒരു പാഠം, ഈ ഒരു ഹദീസ് നമുക്ക് നൽകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു അവസരം നൽകുമ്പോൾ ആ അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയതിന് ശേഷം അതിനുവേണ്ടി പരിതപിച്ചിട്ടോ വിലപിച്ചിട്ടോ കാര്യമില്ല എന്ന് തന്നെയാണ്. ഓരോരോ സമയങ്ങൾ, ഓരോരോ നിമിഷങ്ങൾ, ആ സമയത്ത്, ആ നിമിഷത്ത്, ആ ദിവസത്തിൽ ചെയ്യേണ്ടത് അന്ന് അപ്പോൾ തന്നെ ചെയ്യുക എന്നാണ് ഈ ഹദീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് മുഹറം 10 ആശൂറയുടെ ദിവസമാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. ഓരോ ആശൂറാവുകളും ഓരോ മുഹറം 10കളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു നൽകുന്നതായ ഒരു പാഠമുണ്ട്. സത്യവിശ്വാസികളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളമായി ഉണ്ടാകും. ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകും, വ്യക്തിപരവും സാമൂഹ്യപരവുമായ ജീവിതങ്ങളിൽ നമുക്ക് പ്രതിസന്ധികൾ, ഇടങ്ങേറുകൾ ഉണ്ടാകും, ശരീരത്തിന് രോഗമുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ളതായ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു മുഅ്മിനുണ്ടാകും.
അങ്ങനെയുണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് മാത്രമല്ല, നമ്മുടെ മുൻഗാമികളായ മുഴുവൻ സമൂഹങ്ങളിലും സമുദായങ്ങളിലും ഇത്തരത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ടാകുമ്പോൾ അവരെന്താണ് അനുവർത്തിച്ചിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളതായ ചരിത്രങ്ങൾ, പാഠങ്ങൾ പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്കും ഈമാനികമായ ആവേശമുണ്ടാവുകയുള്ളൂ. അവർ എന്താണ് ആ സാഹചര്യത്തിൽ പ്രവർത്തിച്ചത്? നമുക്ക് മുമ്പുണ്ടായതായ സമുദായക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ളതായ പരീക്ഷണ ഘട്ടങ്ങൾ നൽകിയപ്പോൾ അവർ എന്ത് ചെയ്തു? അവരുടെ സമീപനം എങ്ങനെയായിരുന്നു? അവരുടെ ഈമാനികമായ ചിന്താരീതികൾ എപ്രകാരമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ചരിത്ര സംഭവങ്ങൾ, ധാരാളം പ്രവാചകന്മാരുടെ കഥകൾ, ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ മുസ്ലിം ലോകത്തിന് തന്നെ വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പല നബിമാരുടെയും ചരിത്രങ്ങൾ, സമൂഹത്തിന്റെയും ചരിത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക് വലഖദ് വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. മുഴുവൻ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ താങ്കൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരുന്നത് മാ നുസബ്ബിതു ബിഹി ഫുആദക്, താങ്കളുടെ ഹൃദയം ഉറയ്ക്കുന്നതിന് വേണ്ടിയാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ എപ്രകാരമാണ് ആ ബുദ്ധിമുട്ടിനെ സമീപിച്ചതെന്ന രീതി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നാം വിചാരിക്കും ഇത് വലിയ ഒരു പ്രശ്നമായി പോയി, ഞാൻ വലിയതായ ഒരു പരീക്ഷണത്തിലാണ് എന്ന് നാം വിചാരിക്കാറുണ്ട്. അങ്ങനെ പരിതപിച്ച് ആവലാതി പറഞ്ഞ് വേവലാതി പൂണ്ടിരിക്കാതെ നമ്മുടെ മുൻഗാമികൾക്കുണ്ടായതായ സന്ദർഭം, സാഹചര്യം നാം മനസ്സിലാക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പതിവുണ്ടായതായിട്ട് ചരിത്രകാരന്മാർ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ മുശ്രിക്കീങ്ങളാൽ ധാരാളം ആക്രമിക്കപ്പെട്ടു. ധാരാളം പീഡനങ്ങൾക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിധേയനായിട്ട് തളർന്ന് വിഷമിച്ചിരിക്കുന്നതായ സന്ദർഭത്തിൽ സ്വഹാബത്ത് വന്ന് ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ആശ്വാസവാചകങ്ങൾ പറയുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ സഹോദരനായ മൂസ നബി ഉണ്ടല്ലോ, യർഹമുല്ലാഹു അഖീ മൂസ, ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കരുണ ചെയ്യട്ടെ. എന്തേ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കരുണ ചെയ്യുവാനുള്ള കാരണം? പ്രവാചകർ തുടർന്ന് പറയുകയാണ്, ഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ, ഞാൻ ഈ അനുഭവിച്ചിരിക്കുന്നതായ പരീക്ഷണങ്ങളെക്കാൾ, ഞാൻ ഈ ഉൾക്കൊണ്ടിരിക്കുന്നതായ പ്രതിസന്ധികളെക്കാൾ ധാരാളമായിട്ട് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന്, ശത്രുക്കളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പാതയിലായി ജീവിച്ചപ്പോൾ ശത്രുക്കളിൽ നിന്ന് ഇതിനേക്കാൾ ഏറെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ആശ്വാസം കണ്ടെത്തുകയും സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തതായ രീതിയായിരുന്നു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായത്. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഓരോരോ സംഭവങ്ങൾ, ഓരോരോ ചരിത്രങ്ങൾ പരിശുദ്ധമായ ഖുർആൻ നമ്മിലേക്ക് വിളിച്ചോതുന്നത്. മാത്രമല്ല, ഇങ്ങനെയുള്ളതായ ചരിത്ര സംഭവങ്ങളും ചരിത്ര സ്ഥലങ്ങളുമെല്ലാം ഇന്നും നമ്മുടെ മുന്നിൽ സാക്ഷിയാണ്. നമുക്കറിയാം, പല ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളും ഇന്ന് ധാരാളം ടൂർ പാക്കേജുകൾ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പോകുന്നുണ്ട്. ജോർദാനിലേക്കും ഈജിപ്തിലേക്കും സിറിയയിലേക്കും അങ്ങനെ പല ഇസ്ലാമികമായ രാജ്യങ്ങളിലേക്കും ഇന്ന് യാത്രകൾ പോകാറുണ്ട്. അതിനെല്ലാമുള്ള കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഫലം യസീറു ഫിൽ അർള് ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുക. എന്തിനു വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത്? ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. എൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ, അള്ളാഹുവിനെ എതിർത്ത, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചതായ, കള്ളം പറഞ്ഞതായ ആളുകളുടെ അന്ത്യങ്ങൾ എങ്ങനെയായിരുന്നു, അവർക്ക് കിട്ടിയതായ പാഠം എന്തായിരുന്നു എന്ന് നിങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇത്തരത്തിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തിരുന്നാൽ തന്നെയും പ്രവാചകനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ് ഇന്ന് ഞാനും നിങ്ങളും നിലനിൽക്കുന്നതായ മുഹറം 10 ആശൂറയുടെ ദിവസം.
കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ധാരാളം പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. വളരെയധികം അനുസരണക്കേടുകളും ധിക്കാരവുമുള്ളതായ ഒരു കൂട്ടം ജനമായിരുന്നു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം. അങ്ങനെയുള്ളതായ ആളുകളെ പരിഷ്കരിച്ച് അള്ളാഹുവിന്റെ അടിമകളാക്കി അള്ളാഹുവിന്റെ പാതയിലേക്ക് നയിക്കുക എന്നുള്ളതായ ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരുന്നത്. മാത്രമല്ല, അവിടുത്തെ ഭരണാധികാരിയായിരുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്ന ഫിർഔൻ എന്ന അഹങ്കാരിയായിരുന്നു. ഫിർഔനിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പോലും പ്രതിപാദിപ്പിക്കുന്നത് ഈ ദുനിയാവിലെ സൃഷ്ടികളിൽ വെച്ചിട്ടുള്ളതായ ഏറ്റവും വലിയ അഹങ്കാരിയായിട്ടാണ്. ഞാനാണ് റബ്ബ്, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ് വീമ്പ് നടിക്കുകയും മറ്റുള്ളവരെ തന്നെ ആരാധിക്കണം എന്ന് വരെ പറഞ്ഞിരുന്നതായിരുന്നു ഫിർഔനിന്റെ സ്വഭാവം. അങ്ങനെയുള്ള ഫിർഔനിന്റെയും കൂട്ടരുടെയും അടുക്കലേക്ക് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കുകയാണ്. ധാരാളം കഷ്ടപ്പാടുകൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനകാലം മുതൽക്കു തന്നെ ആ നാട്ടിൽ ഇങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാകുമെന്നും ആ ആൺകുട്ടി മുഖേന ഫിർഔൻ കൊല്ലപ്പെടുമെന്നും ഫിർഔനിന്റെ കൊട്ടാരത്തിലെ ജ്യോത്സ്യന്മാർ മുഖേന ഫിർഔനിക്ക് വിവരം കിട്ടുകയാണ്. അങ്ങനെ ആ നാട്ടിൽ ജനിക്കുന്നതായ മുഴുവൻ കുട്ടികളെയും ആൺകുട്ടികളെയും കൊന്നുകളയുവാനും പെൺകുട്ടികളെ ജീവിക്കാൻ വിടാനും ഫിർഔൻ ഉത്തരവിടുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ടതായ തീരുമാനത്തിലൂടെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ മൂക്കിന്റെ തുമ്പത്തു തന്നെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ വളരുകയാണ്. ചരിത്രം വളരെ വിശാലമാണ്. അത്രത്തോളം കണിശത പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെയാണ് മൂസ നബിക്ക് വേണ്ടി എതിരായി വളർന്നു വന്ന് കൊല്ലുമെന്ന് പറഞ്ഞതായ കുട്ടിയെ വളർത്തുന്നത് സ്വന്തം കൊട്ടാരത്തിൽ തന്നെ ഫിർഔൻ അറിയാതെ ലാളിച്ച് വളർത്തുന്നതായ ചരിത്രമാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്നത്. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വലുതായി പ്രവാചകത്വം ലഭിച്ചു. പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ആ നാട്ടിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ നാട്ടിലെന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളും മാരണവിദ്യയുടെ ആളുകളാണ്. ധാരാളം മാജിക്കുകാരാണ്. ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, എല്ലാ ആൾക്കാർക്കും മാജിക് അറിയാം. അങ്ങനെയുള്ളതായ കൺകെട്ട് വിദ്യകളിലൂടെ ജനങ്ങളെ കബളിപ്പിച്ചും അത്ഭുതപ്പെടുത്തിയും ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. അങ്ങനെയുള്ളതായ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രബോധനത്തിന്റെ രഹസ്യ ഉത്തരവാദിത്വവുമായി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നപ്പോൾ, ആ പ്രവാചകനാണ് എന്ന് പറഞ്ഞപ്പോൾ ആരും തന്നെ വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ തയ്യാറായിരുന്നില്ല. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയതായ ഒരു മുഅ്ജിസത്തിനെ, ആ നാട്ടിലുള്ള ആളുകളുടെ കഴിവിനേക്കാൾ കുറച്ചുകൂടി മേലെയായതായ ഒരു മുഅ്ജിസത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അങ്ങനെ അല്ലാഹു തആല നൽകിയതായ മുഅ്ജിസത്താണ് പരിശുദ്ധമായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പക്കൽ ഒരു വടിയുണ്ടായിരുന്നു. പരിശുദ്ധമായ സൂറത്തു ത്വാഹയിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു നൽകുകയാണ്, വമാ തിൽക ബിയമീനിക യാ മൂസ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോട് ചോദിക്കുകയാണ്, വമാ തിൽക ബിയമീനിക യാ മൂസ, ഓ മൂസ, നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? മൂസ നബി പറഞ്ഞു, ഖാല ഹിയ അസായ്, അത് എൻ്റെ വടിയാണ്. അതവക്കഉ അലൈഹാ വ അഹുശു ബിഹാ അലാ ഗനമീ, ആ വടി കൊണ്ട് ഞാൻ ചാരി നിൽക്കുവാനും എൻ്റെ ആടുമാടുകൾക്ക് ഇല പൊഴിച്ചിട്ട് കൊടുക്കുവാനും ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ വടിയാണ് റബ്ബേ എന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് മറുപടി പറയുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാല അൽഖിഹാ യാ മൂസ, ഓ മൂസ നബിയെ, അങ്ങനെയുള്ളതായ താങ്കളുടെ വടിയെ താങ്കളൊന്ന് താഴെയിടുമോ? അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ കയ്യിലുള്ളതായ ആ വടിയെ താഴെയിട്ടപ്പോൾ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, ആ വടിയതാ ഭയങ്കരമായ ഒരു പാമ്പായി മാറി. ആ നാട്ടിലുള്ള ജനങ്ങളുടെ കൺകെട്ട് വിദ്യകളെക്കാൾ ഏറ്റവും മികച്ചതായ ഒരു അത്ഭുതത്തെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അങ്ങനെ ആ പാമ്പായി മാറിയതിനെ കണ്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ച് പിന്മാറിയപ്പോൾ ഖാല ലാ തഖഫ്,
അല്ലാഹു തആല പറഞ്ഞു, മൂസ നബിയെ താങ്കൾ പേടിക്കേണ്ടതില്ല. ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ ഖാല ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സീറതഹൽ ഊലാ. താങ്കൾ പേടിക്കേണ്ടതില്ല. ആ പാമ്പിനെ ഒന്ന് പിടിക്കുകയാണെങ്കിൽ അത് താങ്കളുടെ വടിയായിട്ട് തന്നെ രൂപാന്തരം പ്രാപിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിക്ക് അറിയിച്ചു കൊടുത്തു. അങ്ങനെ അതുപ്രകാരം പ്രവർത്തിക്കുകയും അങ്ങനെ ഈ കൺകെട്ട് വിദ്യക്കാരുടെ കൺകെട്ടുകളെ എല്ലാം മികച്ചു വെച്ച് താൻ ഒരു പ്രവാചകനാണ് എന്ന് ആ ജനതയ്ക്ക് മുന്നിൽ ബോധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വീണ്ടും വിധി തീരുമാനങ്ങൾ ഉണ്ടായി. 6 ലക്ഷത്തോളം വരുന്ന ആളുകൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ യഥാർത്ഥമായ അടിമകളായി മാറുകയും ചെയ്തു. എന്നാൽ 12 ലക്ഷത്തോളം വരുന്നതായ ശത്രു സൈന്യം ഒരിക്കലും മൂസ നബിയെ അംഗീകരിക്കുവാനോ ഫിർഔനിന്റെ ഇടപാടുകളിൽ നിന്ന് മുക്തമാകുവാനോ തയ്യാറായിരുന്നില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂസ നബിയെയും കൂട്ടരെയും ആ നാട്ടിൽ നിന്നും രക്ഷിക്കുവാനും ഈ ശത്രുക്കളായ ഫിർഔനിനെയും കൂട്ടരെയും നശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തുകൊണ്ട് ആയത്തിറക്കുകയാണ്. ഫഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി. എന്റെ ഈ അടിമകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാപ്രയാണം നടത്തുക. രാത്രിയിൽ നിങ്ങൾ ഇവിടെ നിന്ന് നാട് വിടുക. ഫഇന്നകും മുത്തബഊൻ. പക്ഷേ നിങ്ങൾ നാട് വിടുമ്പോൾ ഫിർഔനിന്റെ ആളുകൾ നിങ്ങൾക്ക് പുറകെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ നാട്ടിൽ നിന്നും പോകുവാനുള്ള അനുവാദം നൽകുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു പറഞ്ഞിരിക്കുന്നതായ ഒരു നിയമമാണ്, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ആ നാട്ടിൽ നിന്നും പുറത്തു കടക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനം അനുവാദമുണ്ടാവുകയും അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി മൂസ നബിയും 6 ലക്ഷത്തോളം വരുന്ന മുഅ്മിനീങ്ങളായ ആളുകളും ഫിർഔനിന്റെ കണ്ണ് വെട്ടിച്ച് യാത്രയാവുകയും ചെയ്തു. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്നെ ഫിർഔനും ആളുകളും വന്ന് മൂസ നബിയെയും കൂട്ടരെയും പിടികൂടുവാൻ പോവുകയാണ്. അങ്ങനെ തൊട്ടു പിറകിൽ മൂസ നബിയുടെ ശത്രുക്കളായ ഫിർഔനും സംഘവും തൊട്ടു മുന്നിലോ വലിയതായ ഒരു ചെങ്കടലുമായിട്ട് ഇങ്ങനെ സംഗമിക്കുന്നതായ സന്ദർഭത്തിൽ ഈ 6 ലക്ഷം ആളുകളും മൂസ നബിയോട് പറയുകയാണ്, ഫലമ്മാ തറാഅൽ ജംആൻ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ദേ ശത്രു സൈന്യം ഞങ്ങളിലേക്ക് വന്നു, നാം ഇതാ പിടിക്കപ്പെട്ടു എന്ന് 6 ലക്ഷം ആളുകളും പറഞ്ഞപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിൽ നിന്നും വരുന്നു, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. കാര്യം അങ്ങനെയല്ല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു നൽകുമെന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളോട് പറയുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടൽ പിളർത്തി മൂസ നബിയെ രക്ഷിക്കുകയും ചെങ്കടലിൽ മുക്കിക്കൊണ്ട് ഫഅഗ്റഖ്നാ സമ്മൽ ആഖരീൻ, പുറകെ വന്നതായ ശത്രുക്കളെ മുഴുവനും നശിപ്പിക്കുകയും ചെയ്തു എന്നതായ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മുന്നിൽ പാഠമാണ്. അങ്ങനെയുള്ളതായ മഹത്തായ സംഭവം നടന്നതായ ദിനമാണ് ഇന്ന് നാം നിലകൊള്ളുന്നതായ ആശൂറ. ആ ആശൂറയുടെ ഓർമ്മയിലാണ് മുസ്ലിം ലോകം മുഴുവനും തന്നെ ഇന്നേ ദിവസം നോമ്പ് പിടിക്കുന്നത്. വലിയതായ സുന്നത്തായ ഒരു പ്രവർത്തനമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ നാവിൽ നിന്ന് നേരിട്ട് പറഞ്ഞതായ സുന്നത്താണ്. ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെ അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശത്രുക്കൾക്ക് ഒരു അന്ത്യമുണ്ട് എന്നും മർദിദന്റെ ദുആഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുമെല്ലാമുള്ള വലിയ പാഠങ്ങളാണ് ഈ ആശൂറയുടെ ഓരോ ദിവസങ്ങളും നമുക്ക് പാഠം പഠിപ്പിച്ചു നൽകുന്നത്. നമ്മുടെ ആരുടെയും പ്രത്യാശയെ കൈവിടുവാനോ അള്ളാഹുവിന്റെ ആശയിൽ നിന്ന് നാം ആരും വിദൂരത്താകുവാനോ പാടുള്ളതല്ല. ആയതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഒരു ഹദീസും കൂടി ചേർത്ത് വെക്കുകയാണ്. മൻ വസ്സഅ അലാ ഇയാലിഹി യൗമ ആശൂറ. ആശൂറ എന്ന ദിവസത്തിൽ ആരൊരുവൻ തന്റെ കുടുംബത്തിൽ വിശാലത കാണിക്കുന്നുവോ ലം യസൽ ഫീ സഅത്തി സാഇറ സനതിഹി. ആരൊരുവൻ ഈ ആശൂറ എന്ന ദിവസത്തിൽ തന്റെ കുടുംബക്കാർക്ക് വിശാലത കാണിക്കുന്നുവോ ആ വർഷം മുഴുവനും അവന് വിശാലതയായിരിക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നാം പിശുക്കു കാണിക്കാതെ ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകതയെ മാനിച്ചുകൊണ്ട് നാം എല്ലാ ദിവസവും നമ്മുടെ കുടുംബക്കാർക്ക് നല്ല ആഹാരങ്ങളെല്ലാം മേടിച്ചു കൊടുക്കാറുള്ളവരാണ്. എന്നാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ മുന്നിൽ നിർത്തിക്കൊണ്ട്
നാം നമ്മുടെ കുടുംബത്തിന് കുറച്ചധികം വിശാലത കാണിക്കുകയാണ് എങ്കിൽ ഈ വർഷം മുഴുവനും അല്ലാഹു തആല നമുക്ക് വിശാലത നൽകുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. ആ ഒരു കാര്യത്തെ കൂടി എല്ലാവരും ഗൗരവത്തോടെ ഉണർത്തി മനസ്സിൽ വെച്ച് ആ കാര്യം കൂടി പ്രവർത്തിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെ അല്ലാഹു തആല ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ.